കേരളത്തിൽ സ്ത്രീകൾക്ക് കെഎസ്ആർടിസി ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചാൽ അതിന്റെ ഗുണം എല്ലാ ജില്ലകളിലും ഒരുപോലെ ലഭിക്കില്ലെന്ന റിപ്പോർട്ട് പുറത്തുവന്നു. കെഎസ്ആർടിസി സർവീസുകളുടെ സാന്നിധ്യം കൂടുതലുള്ള ജില്ലകളിലാണ് പദ്ധതി കൂടുതൽ പ്രയോജനകരമാകുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, വയനാട് ജില്ലകളിലാണ് പൊതുഗതാഗതത്തിൽ കെഎസ്ആർടിസിയുടെ വിഹിതം ഗണ്യമായിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ മൊത്തം സർവീസുകളുടെ 60% കെഎസ്ആർടിസിയുടേതാണ്. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലും ഇത് ഏകദേശം 50% അടുത്താണ്. അതേസമയം മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ തുടങ്ങിയ ജില്ലകളിൽ കെഎസ്ആർടിസിയുടെ സാന്നിധ്യം വളരെ കുറവാണ്. മലപ്പുറത്ത് മൊത്തം ബസ് സർവീസുകളുടെ വെറും 9.4% മാത്രമാണ് കെഎസ്ആർടിസി നടത്തുന്നത്. എറണാകുളത്തും ഇത് 24.7%. അതിനാൽ ഈ ജില്ലകളിൽ യാത്രാ സൗജന്യത്തിന്റെ ഗുണം പരിമിതമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ കെഎസ്ആർടിസിയുടെ പ്രതിദിന വരുമാനം വലിയ തോതിൽ കുറയുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. നിലവിൽ കോർപ്പറേഷന്റെ ശരാശരി പ്രതിദിന വരുമാനം 7 കോടി രൂപയാണ്. യാത്രക്കാരിൽ പകുതിയോളം സ്ത്രീകളാണെന്ന കണക്കിന്റെ അടിസ്ഥാനത്തിൽ സൗജന്യം നടപ്പായാൽ വരുമാനം 3.5 കോടിയായി ചുരുങ്ങാനിടയുണ്ടെന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ നിലവിലുള്ള 16,545 റൂട്ട് ബസ്സുകളിൽ 4,609 ബസ്സുകൾ മാത്രമാണ് കെഎസ്ആർടിസിയുടേത്. ഇതിൽ 800ഓളം ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. കൂടാതെ സൂപ്പർ ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള ഉയർന്ന ക്ലാസ് സർവീസുകളിലും സീറ്റ് റിസർവേഷൻ ബസ്സുകളിലും സൗജന്യ യാത്ര നടപ്പാക്കുന്നത് പ്രായോഗിക വെല്ലുവിളി ഉയർത്തുന്നതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.